യോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പൊന്നുന് ബിഗ് സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനോട് ഞാനത് കർത്തവ്യം ചെയ്യാൻ പോവാണ്. ഗൈസ്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും. സംഭവം ഞാൻ കാണിച്ചു തരാം. ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാ? ഇനി ഏകദേശം ഇനി ഒരു 120 കിലോമീറ്റർ ഉണ്ട്. അങ്ങ് ദൂരെ മലേഷ്യയിലാണ് നമ്മുടെ സ്ഥലം ചെയ്യണ സ്ഥലം. അപ്പോൾ നമ്മുടെ ചുള്ളൻ കോട്ടയത്താണ് കേട്ടോ. കോട്ടയം കൂത്താട്ടുകുളത്താണ്. കൂത്താട്ടുകുളം കഴിഞ്ഞ് പോകണമെന്ന് തോന്നുന്നു. അതിൻ്റെ ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുൻ്റെ പോർട്രേറ്റ് കയ്യിൽ നമ്മൾ ടാറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ പൊന്നുവിനൊന്നും അറിയില്ല. ഞങ്ങൾ കാലത്ത് കഴിഞ്ഞിട്ട് ബോണക്കാട് പോവാണ്, വേറെ എവിടേക്കൊക്കെ പ്രേതാലയത്തിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ പൊന്നു പറയാ ജീവനോട് വരുമോ നിങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് വിട്ട് ശ്രമിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പൊ ജീവനോട് വരുമോ നിങ്ങളെന്നൊക്കെ ചോദിച്ചിട്ടാണ് വിട്ടേക്കണേ. അപ്പൊ അവള് പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ പോണ്ട, വെറുതെ ആവശ്യമില്ലാത്ത പണികളൊക്കെ ചെയ്യാൻ. അല്ല, എന്തിനാണ് പോകുന്നത്? ഞാൻ പറഞ്ഞ ഒരു ഭൂതത്തിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കാലം പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇനി ഞങ്ങൾ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള പൊന്നിന്റെ റിയാക്ഷൻ എന്താണെന്നുള്ളതും കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ കാലത്ത് നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയ? 5:20 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നമ്മളെ വെട്ടിക്കാവലയാ ഏതൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇനി കോട്ടയത്തേക്ക് എത്തണമെങ്കിൽ 120 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാൻ കഴിച്ചു. ഓക്കെ, ഞങ്ങള് കുറച്ചേരം വഴിയിൽ നിർത്തി. ഇനി മുന്നില് അപ്പോ ഡ്രൈവർ ഇനി നമ്മുടെ അനീഷാണ്. അപ്പൊ ഇനി ഞങ്ങളിത് പോയോണ്ടിരിക്കട്ടെ. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അപ്പൊ പൊന്നെ എണീറ്റുണ്ടാവില്ല. ഞങ്ങള് നേരത്തെ ഇറങ്ങിയാൽ റേഞ്ചുണ്ടാവും. റേഞ്ചുണ്ടാവും, ആദ്യം റേഞ്ചുണ്ടാവും. അപ്പൊ ഞങ്ങൾ അടുത്ത സ്ഥലത്തുമ്പോ ഞങ്ങൾ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ഞങ്ങളിത് ഒരു ചായ കുടിക്കാൻ വന്നട്ടോ. നമ്മളിനി എവിടെ എത്തി? കോന്നിയ. നമ്മളിപ്പോ റാന്നി കഴിഞ്ഞു മണിമലയിലേക്ക് പോണു ഞങ്ങള്. അപ്പോൾ അതേവിടെ ഇവിടെ നടത്ത അയ്യപ്പന്മാരാണല്ലോ മൊത്തം. സീസൺ അല്ലേ? അതെ, നമുക്ക് ഈ വഴി കൂടെ വേണം, കാട്ടി കൂടെ വേണം പോവാൻ. ചായ എടുക്കട്ടെ. ഞാൻ 2 ചായ. അപ്പോൾ ഇത് നമ്മൾ ഫുഡ് കഴിക്കാട്ടാ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പൂരി മസാല. എനിക്കിതൊന്നല്ല കാണണ്ട. കാരണം എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൊന്നിൻ്റെ എക്സ്പ്രഷൻ ഞാൻ അതിലാണ് ഉന്നം. എനിക്ക് അവളുടെ എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പൊന്നെന്ത് ചെയ്യാ? ചിലപ്പോ തല കറങ്ങി വീഴാൻ ചാൻസ് ഉണ്ടെന്ന്. ഇത് ബൈക്കോണല്ലോ. അനീഷ് പറയാ ചിലപ്പോ തല കറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതാണ് അതിനു വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഞങ്ങളിന്ന് വരുമ്പോ എൻ്റെ ഉണ്ട് അനീഷ്. അതെ, അനീഷിനെ പോലെ മറ്റൊരു അനീഷിനെ ആക്ടറിനെ കണ്ടു.
അപ്പോൾ ഞാൻ പൊന്നിനെ അയച്ചു കൊടുത്തു. ഞാൻ പൊന്നിനോട് പറഞ്ഞു, പൊന്നു ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. മമ്മൂക്കയെ വിളിച്ച് കിട്ടിയിട്ടില്ല. അതിനെ വഴി വെച്ച് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഗൈസ് നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം. എന്നാലും പൊന്നുണ്ട് ലാസ്റ്റ് പൊന്നിൻ്റെ എക്സ്പ്രഷൻ വീട്ടിലെത്തുമ്പോൾ കാണിച്ചു തരാം. ഇതിലും ജോലിയല്ലേ സെറ്റ് സാധനം. ഇതേ നമ്മളിവിടെ എത്തിയിട്ടാ, നമ്മുടെ ചെക്കൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ട്. സ്കൈ ടാറ്റൂസ്. അപ്പോൾ അതെ ഞങ്ങൾ മുകളിൽ പോട്ടെ. വാ. കേറിയോ? അപ്പോൾ അതായത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. മുകളിലാണ് സ്ഥലം. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. Yeah, man. അപ്പോൾ നമ്മുടെ ചുള്ളലാട്ടോ അത്. അപ്പോൾ ഇവനാണ് നമ്മുടെ പൊന്നുവിനെ സെറ്റാക്കി തരുന്ന ആള്. അതെ, നമ്മുടെ ആർട്ടിസ്റ്റ്. അതെ, ഒരേ മൂടാണല്ലോ അതിൻ്റെ ഉള്ളില്. അപ്പോൾ ഗൈസ് നമ്മുടെ നമ്മുടെ പൊന്നിൻ്റെ സ്റ്റെൻസിലടിക്കാനുള്ള ഫുൾ ഐറ്റംസ് സെറ്റാക്കിയിട്ടുണ്ട്. ഏ ഗായ്സ്, അപ്പോൾ നമ്മുടെ പൊന്നുൻ്റെ പോർട്രേറ്റ് നമ്മുടെ ചെക്കൻ അടിച്ചു തന്നിട്ടാ. അപ്പോൾ അതെ ഫുള്ള് ഇൻസ്ട്രക്ഷനൊക്കെ തന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അടച്ചു കൂട്ടാൻ പോവാണ്. അപ്പം ഇനി ഇത് പൊന്നുൻ്റെ അവിടെ എത്തുമ്പോൾ പൊന്നുൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് എല്ലാവരും നോക്കിയിരിക്കണേ. എങ്ങനെയാണ് പൊന്നത് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കണേ. അപ്പോൾ അവൻ എന്താ മറ്റേ എന്തിനാപ്പാടാ അത് ക്ലിൻറാപ്പ്. അപ്പോൾ ആ റാപ്പ് അങ്ങോട്ട് ചെയ്തിട്ട് അവൻ തരും. കാരണം ഇതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയുണ്ട്. അപ്പോൾ അത് ഇതാവാണ്ടിരിക്കാനും പൊടി ആവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് തരുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മുടെ ഇതേപോലെ ടാറ്റൂസ്, ഇപ്പോൾ ഇങ്ങനത്തെ ടാറ്റു ആണെങ്കിൽ വേറെ എന്ത് തരം പേട്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിലും ചെക്കൻ അടിച്ചാൽ ഇങ്ങോട്ട് വന്നാൽ മതി. അതെ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടാറ്റു പേര് പറഞ്ഞ സ്റ്റുഡിയോൻ്റെ കോസ്കി ആർട്സ്. കോസ്കി ആർട്സ്
ടാറ്റു. അതെ അതെ, കോസ്കി ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റു സ്റ്റുഡിയോയിലേക്ക് വരിക. സ്ഥലം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ MC റോഡിലാണ്, മെയിൻ റോഡ് തന്നെ. നമ്മൾ ചെക്കൻ വിളിച്ചാൽ മതി, നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഇതേപോലെ പടച്ച് തരും. എന്ത് വേണമെന്നുണ്ട് അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID കയറി നോക്കി കഴിഞ്ഞാൽ കോസ്കി ആർട്സിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ വെറൈറ്റി ടാറ്റു വർക്കുകൾ കാണാൻ പറ്റും. അതായത് ഇത് നമ്മളെ ചെക്കൻ വരച്ചാട്ടോ അതൊക്കെ എന്താ. അപ്പോൾ ഇത്രയും കഴിവുള്ള ഒരാളാണ്. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഇവനെ ബന്ധപ്പെടാം. അപ്പോൾ ബാക്കിയുള്ളത് ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അനീഷ് അവിടെ നിൽക്കുന്നുണ്ട്, അനീഷ് പ്രതിമയായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി പോവാണ് നമ്മുടെ ചെക്കൻ്റെ അടുത്ത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നിനക്ക് ചേച്ചിയുടെ എക്സ്പ്രഷൻസ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അടിയാണ് അയക്കണ്ട. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ. Hey,